Hi, this is Sangeetha Gopi from MedCity International Academy. Dealing with a difficult patient is very difficult. Actually, it is a huge challenge. നിങ്ങൾക്കൊരു ഭയങ്കര ഒരു ആംഗ്രി പേഷ്യൻ്റ് ആണ് നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അവരെ ഡീൽ ചെയ്യുക? ഐ എം ടോക്കിംഗ് അബൌട്ട് OET സ്പീക്കിംഗ്. പല രീതിയിലെ പേഷ്യൻസിനായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരിക. There would be patients who are angry കാരണം അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം and they have not yet met the doctor. There could be patients who are dissatisfied. അവർക്ക് ഇതുവരെ കിട്ടിയ ട്രീറ്റ്മെൻറ്റോ അവർക്ക് കിട്ടിയ പരിചരണമോ അവർ ഹാപ്പി അല്ല. സോ there will be a lot of patients who are dissatisfied. അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ they are not ready to accept certain advice or treatments that we suggest. അങ്ങനെ പല രീതിയിൽ ആംഗ്രി ആൻഡ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേഷ്യൻസ് ഡീൽ ചെയ്യേണ്ടി വരും. സോ ഇൻ യുവർ OET സ്പീക്കിംഗ്, ഹൗ ഡു യു ഹാൻഡിൽ സച്ച് പേഷ്യൻസ്? ദാറ്റ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ടുഡേ. വെൽ, ഇങ്ങനൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ വരുമ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് 3 കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് വൺ is to stay calm. You are a nurse. നിങ്ങളവിടെ ആ പേഷ്യൻറ്റിനെ നോക്കാൻ അല്ലെങ്കിൽ ടു ടേക്ക് കെയർ ഓഫ് ദ പേഷ്യൻറ്റ്, അതിന് വേണ്ടിയാണ് നിങ്ങൾ ആ പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. Probably to administer some medicine or to give some advice or to check on the well-being of the patient. It could be any of these reasons or any other reasons. So, if you feel നിങ്ങൾ സംസാരിക്കുന്ന പേഷ്യൻ്റ് ഭയങ്കര റാഷ് ആണ്, ആംഗ്രി ആണ്, then the only thing you can do is to stay calm. നിങ്ങൾ ഒരിക്കലും തിരിച്ച് റിയാക്ട് ചെയ്യരുത്. ഫൈൻ. The second important thing that you need to do is not to argue. അവരെന്തെങ്കിലും ദേഷ്യത്തിൽ സംസാരിച്ചാലും അല്ലെങ്കിൽ അവരൊരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷൻസോ ഡൗട്ട്സോ റേസ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും അത് ആർഗ്യുമെൻറ്റിലേക്ക് എത്തിക്കരുത്. സോ നെവർ ആർഗ്യൂ വിത്ത് എ പേഷ്യൻറ്റ്. ആൻഡ് ദ തേർഡ് തിങ് യു കെൻ ഡു ഈസ് ലിസൺ. അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കണം. വി കനോട്ട് ഇൻറ്ററപ്റ്റ് ദെം ഓർ സേ നോ ദാറ്റ് ഇസ് നോട്ട് ഹൗ ഇറ്റ് ഇസ്, അങ്ങനെയല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവർ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ വി നീഡ് ടു ലിസൺ. ദാറ്റ് മീൻസ് വി നീഡ് ടു ലെറ്റ് ദെം സ്പീക്ക്. അവർക്ക് എന്താ പറയാനുള്ളത്, അവരുടെ കൺസേൺസ് എന്തൊക്കെയാണെന്നുള്ളത് അവർ പറഞ്ഞോട്ടെ. അതിന് ശേഷമായിരിക്കണം നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. സോ ഇഫ് യു ലെറ്റ് ദ പേഷ്യൻറ്റ് സ്പീക്ക് ഇറ്റ് സെൽഫ്, ഒരുപാട് അവരുടെ ആങ്കർ തന്നെ ഇറ്റ് വിൽ ബി വെൻറ്റ് ഓഫ്. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് വേ ടു എൻഷുർ ദാറ്റ് ദേ ടു റിമെയിൻ ലിറ്റിൽ മോർ കാം ആഫ്റ്റർ വെൻറ്റിങ് ഔട്ട് ദിയർ ആങ്കർ. സോ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക. പലതവണ നമ്മൾ ഈ കാർഡ്സൊക്കെ സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നു. ആൻഡ് യു ഹാവ് വെരി ഡിഫിക്കൽട്ട് പേഷ്യൻസ്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഈ 3 കാര്യങ്ങളാണ്: സ്റ്റേ കാം, ഡോണ്ട് ആർഗ്യൂ ആൻഡ് ലിസൺ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് യു നീഡ് ടു റെസ്പോണ്ട് ടു ദ പേഷ്യൻറ്റ്, അല്ലേ? നിങ്ങൾ കാമായിട്ട് ആർഗ്യുമെൻറ്റ് നടത്താതെ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടു. ഇനി എന്ത് ചെയ്യണം? കാരണം ഇറ്റ്സ് OET സ്പീക്കിംഗ് ആൻഡ് ആസ് എ നേഴ്സ് യു ഹാവ് ടു കൺട്രോൾ ദ കോൺവെർസേഷൻ. പക്ഷേ ഇവിടെ ഒരു ആംഗ്രി പേഷ്യൻ്റാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമ്മുടെ സിറ്റുവേഷൻ ഓൾറെഡി ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. പേഷ്യൻ്റ് ഒരുപാട് സംസാരിക്കുന്നുണ്ടാവും, ഒരുപാട് ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ സംസാരിക്കാനും അനുവദിച്ച് കഴിഞ്ഞിട്ട് then we need to step up and respond. Like I said, OET speaking നമ്മൾ എങ്ങനെയാണോ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതെന്നും കൂടിയാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇൻ അഡീഷൻ ടു കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പോൾ നിങ്ങൾ എത്ര എഫക്റ്റീവായിട്ടാണ് ഇങ്ങനത്തെ ഈ കൈൻഡ് ഓഫ് പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നതെന്നും കൂടിയാണ് OET സ്പീക്കിങ്ങിലെ ഇവാലുവേഷനിൽ വരുന്നത്. സോ നൗ യു ഹാവ് ടു സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റാർട്ട് ടോക്കിംഗ് ടു ദ പേഷ്യൻറ്റ്. ഇവിടെ സംസാരിക്കുമ്പം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചില ഫ്രേസസ് ഞാൻ എന്താണെന്ന് പറയാം. വൺ ദാറ്റ് യു ക്യാൻ യൂസ് ഇസ്, അവരെല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു, ദെൻ യു ക്യാൻ സ്റ്റാൻഡ് ആൻഡ് സേ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഓർ allow me to explain this to you. സോ ചിലപ്പോൾ ഒരു പേഷ്യൻറ്റ് കുറേ നേരം, ഞാൻ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour വെയിറ്റ് ചെയ്യുന്നു, വേർ ഇസ് എ ഡോക്ടർ, മൈ ചൈൽഡ് ഇസ് ഇൻ എ വെരി സീരിയസ് കണ്ടീഷൻ, ഐ വോണ്ട് ടു സീ ദ ഡോക്ടർ റൈറ്റ് നൗ. അങ്ങനെ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണെങ്കിൽ അവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് ആഫ്റ്റർ യു ലിസൺ ടു ദെം യു ജസ്റ്റ് സേ, allow me to explain this to you. അങ്ങനെ വെച്ച് തുടങ്ങിയിട്ട് യു ക്യാൻ ഗിവ് ദ റീസൺ why the doctor is delayed. Maybe the doctor is caught up with some emergency operation,
or there's a patient that needs immediate attention, അതായിരിക്കാം കാരണം. But you need to explain the reason to the patient. So അതെങ്ങനെയാണ് തുടങ്ങുന്നത്? You can use this phrase, allow me to explain this to you. നല്ല calm ആയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്. Another useful phrase is, may I suggest? കാരണം ഇപ്പം പേഷ്യൻ്റ് ഒരുപാട് പെയിൻ ഉണ്ടെന്നായിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട, ഐ ജസ്റ്റ് വോണ്ട് ടു മീറ്റ് മൈ ഡോട്ടർ, കോൾ ഹെർ, ഐ ഡോണ്ട് വോണ്ട് എനിത്തിങ് എൽസ്, ഐ ഡോണ്ട് വോണ്ട് മെഡിസിൻ, ഐ വോണ്ട് ടു മീറ്റ് മൈ ഡോട്ടർ, ഐ വോണ്ട് ടു മീറ്റ് മൈ ഡോട്ടർ റൈറ്റ് നൗ എന്ന് പറയുന്നൊരു പേഷ്യൻ്റ് ഉണ്ടാവും. സോ അങ്ങനെ ഒരു ഭയങ്കര തീരെ റെസ്പോൺസീവ് അല്ലാത്ത പേഷ്യൻറ്റിനെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? മേ ബി യു ക്യാൻ ടെൽ ദം, മേ ഐ സജസ്റ്റ്. കാരണം ഒരു സജഷൻ ആണ്, നിങ്ങൾ എന്താണ് ആ പേഷ്യൻറ്റിനോട് പറയാൻ പോകുന്നത്. മേ ബി യു കുഡ് സജസ്റ്റ് സംതിങ് ലൈക്ക്, മേ ഐ സജസ്റ്റ് ടേക്കിംഗ് ദ മെഡിസിൻ ഫസ്റ്റ് because that will give you a lot of relief from the pain, and then definitely you'll make arrangements to meet your daughter. So ഒരു സജഷൻ ആദ്യം മുന്നിൽ വെക്കുക. ഇവിടുത്തെ സജഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഇസ് അണ്ടർ ലോട്ട് ഓഫ് പെയിൻ, സോ എന്തായാലും ആദ്യം ഒരു പെയിൻ മെഡിക്കേഷൻ എടുക്കുക, പെയിനിൽ ഒരുപാട് റിലീഫ് കിട്ടും, അതിനുശേഷം ഐ ഡെഫിനറ്റ്ലി മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ടു മീറ്റ് യുവർ ഡോട്ടർ. അങ്ങനെ ആയിരിക്കാം. സോ ദാറ്റ്സ് അനദർ യൂസ്ഫുൾ ഫ്രേസ്. പിന്നെ പേഷ്യൻ്റ് ഒരുപാട് അജിറ്റേറ്റഡ് ആയിട്ട് ഭയങ്കര ആംഗ്രി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പം, ആഫ്റ്റർ യു ലിസൺ ടു ദ പേഷ്യൻ്റ് കാംലി, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു അനദർ വെരി യൂസ്ഫുൾ ഫ്രേസ് ഉണ്ട്. കെൻ യു ടെൽ മീ വാട്ട്സ് വറിയിങ് യു? മേ ഐ നോ വാട്ട്സ് വറിയിങ് യു? അങ്ങനെ ചോദിച്ചാൽ മേ ബി യു ആർ ഗിവിങ് ദ പേഷ്യൻ്റ് an opportunity to tell exactly what the patient's problem is. So that's a very useful phrase that you can use. Can you tell me what's worrying you? May I know what's worrying you? Or there's yet another phrase നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, do you have any solution? കാരണം ഇപ്പോൾ പേഷ്യൻ്റ് ഓൾറെഡി അറിയാം എന്താ ചെയ്യേണ്ടത്, എനിക്ക് അത് വേണം ഇത് വേണം എന്ന് ഒരുപാട് ആംഗ്രി ആയിട്ട് അജിറ്റേറ്റഡ് ആയി പറയുമ്പം, മേ ബി വി ക്യാൻ ആസ്ക് ദ പേഷ്യൻറ്റ്, എന്താണ് നിങ്ങളുടെ സൊല്യൂഷൻ? നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത്? വാട്ട് ഡു യു തിങ്ക് വി ഷുഡ് ബി ഡൂയിങ് ഫോർ യു? അങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മേ ബി ദ പേഷ്യൻറ്റ് വിൽ സേ, ദാറ്റ്സ് ഗുഡ്, ഐ വോണ്ട് ദിസ് റൈറ്റ് നൗ. അപ്പോൾ പേഷ്യൻ്റ് എന്താണോ എക്സാക്ട്ലി വേണ്ടതെന്നും കൂടി പേഷ്യൻ്റ് അവിടെ പറയാൻ റെഡിയാവും. സോ ദാറ്റ് ഈസ് യെറ്റ് അനദർ യൂസ്ഫുൾ ഫ്രേസ്. ഡു യു ഹാവ് എനി സൊല്യൂഷൻ? Can you tell me what exactly you want me to do? അങ്ങനെ ചോദിക്കാം. So these are other two useful phrases. Then definitely നിങ്ങൾ എല്ലാവരും ഒരുപാട് യൂസ് ചെയ്യുന്നൊരു ഫ്രേസ് ഉണ്ട്. Whenever you have angry patients, sad patients, patients who are difficult, നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു കോൺസ്റ്റൻ്റ്ലി ഞാൻ സ്റ്റുഡൻസ് യൂസ് ചെയ്ത് കാണുന്നൊരു ഫ്രേസാണിത്. And you all know it. I completely understand what you feel. I know exactly how you feel. I do understand your concerns. ഈ phrases ഒക്കെ യൂസ് ചെയ്താൽ we are sympathizing with the patient. We are showing that we know exactly how it feels. അതിന് ശേഷം കൂടി നിങ്ങൾ എന്തെങ്കിലും കാര്യം ആഡ് ചെയ്യണം. If you say, I know exactly how you feel, അതിന് ശേഷം നിങ്ങൾക്ക് എന്താ ആഡ് ചെയ്യാൻ പറ്റുക? Maybe you yourself have gone through a similar situation. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലോസ് റിലേറ്റീവ് ഒരു സിമിലർ സിറ്റുവേഷൻ ത്രൂ കടന്നു പോയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഷ്യൻറ്റ്, ഇതിന് മുന്നേ ഉണ്ടായ ഒരു പേഷ്യൻറ്റ് ഇതേ ഒരു സിറ്റുവേഷൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കാം. സോ ദാറ്റ് ഈസ് വൈ യു സേ, ഐ നോ എക്സാക്ട്ലി ഹൗ യു ഫീൽ, ആൻഡ് ദെൻ എക്സ്പ്ലെയിൻ. ഐ നോ എക്സാക്ട്ലി ഹൗ യു ഫീൽ because a year ago I was under the same situation when I lost my maybe somebody. So we're trying to show that നമുക്ക് എക്സാക്ട്ലി ആ ഫീലിംഗ് മനസ്സിലാവും, കാരണം നമ്മളും അത് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. So that will give a lot of relief to the patient. സോ ഇത് നിങ്ങളെല്ലാവരും, മിക്ക സ്റ്റുഡൻസും യൂസ് ചെയ്ത് കാണുന്ന ഫ്രേസാണ്. ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഫീൽ, ഐ നോ എക്സാക്ട്ലി ഹൗ യു ഫീൽ, ഐ ക്യാൻ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺസ്. സോ ദാറ്റ് ആൻഡ് ദീസ് ആർ ഡെഫിനറ്റ്ലി ഗുഡ് ഫ്രേസസ് ദാറ്റ് യു ക്യാൻ യൂസ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു ഡിഫിക്കൾട്ട് പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യുമ്പം, നിങ്ങളുടെ OET സ്പീക്കിങ്ങിൽ നിങ്ങൾക്കൊരു വെരി അജിറ്റേറ്റഡ്, ആംഗ്രി, ഡിഫിക്കൾട്ട് പേഷ്യൻ്റ് ആണ് ഉള്ളത് നിങ്ങളുടെ മുന്നിൽ, ദെൻ ഫോളോ ദീസ് 3 steps. സ്റ്റേ കാം, don't argue and listen. ഈ 3 സ്റ്റെപ്സും കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് ഈ ഫ്രേസസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ആൻഡ് റെസ്പോണ്ട് ടു ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ പേഷ്യൻറ്റ്. So thank you so much for watching, and I hope you've got a good idea about how you can deal with a difficult patient.